കഴിഞ്ഞ 10 വർഷത്തെ IPL കണക്കുകൾ എടുക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനെ വാഴ്ത്താത്ത ആരും തന്നെ ഉണ്ടാകില്ല. ഒരു കിരീടം പോലും നേടാതിരുന്ന മുംബൈ ഇന്ത്യൻസിനെ ഒന്നിനേക്കാൾ ഉപരി 5 കിരീടത്തിലേക്കാണ് രോഹിത് ശർമ്മ എന്ന നായകൻ എത്തിച്ചത്. എന്നാൽ രോഹിത് എന്ന ബാറ്ററെ പലപ്പോഴും മുംബൈ ഇന്ത്യൻസ് മിസ് ചെയ്യാറുണ്ടെന്ന് തന്നെ നിസ്സംശയം പറയാം. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രോഹിത് എന്ന ബാറ്റർ എന്ന നിലയിൽ അത്ര മികച്ച സീസണുകളായിരുന്നില്ല കടന്നു വന്നത്. പലപ്പോഴും 350 മുകളിൽ റൺസ് എടുക്കാൻ പോലും രോഹിത് സ്ട്രഗിൾ ചെയ്ത സീസൺ പോലും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ടാണ് 2024 IPL സീസൺ രോഹിത് എന്ന ബാറ്റർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയാകുന്നത്. ഇന്ത്യൻ ടീമിന്റെ നായകനാണ് ഇപ്പോഴും രോഹിത്. അതുകൊണ്ട് തന്നെ ബാറ്റർ എന്ന നിലയിൽ രോഹിത് എന്ന താരത്തെ ഇന്ത്യക്കും മുംബൈ ഇന്ത്യൻസിനും ഒരേപോലെ ആവശ്യമാണ്. റൺവേട്ടുകാരുടെ പട്ടികയിൽ ഇപ്പോൾ രോഹിത് 4-ാമനാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 261 റൺസാണ് താരം ഇതുവരെ നേടിയിട്ടുള്ളത്. 52 ശരാശരിയിൽ ഒരു സെഞ്ചുറി അടക്കമാണ് താരത്തിന് മികച്ച പ്രകടനം. മാത്രമല്ല ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ബൗണ്ടറി നേടിയ രണ്ടാമത്തെ താരമെന്ന റെക്കോർഡ് രോഹിത്തിനുണ്ട്. മാത്രമല്ല ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച 5-ാമത്തെ താരവുമാണ് രോഹിത്. ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ ടൂർണമെന്റ് രോഹിത്തിന് മികച്ച രീതിയിലുള്ള സ്റ്റാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തന്റെ IPL കരിയറിൽ 4555 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഹിത് ഒരു IPL സെഞ്ചുറി നേടുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതും രോഹിത്തിന്. ഇതുവരെ 249 IPL മത്സരങ്ങളിൽ നിന്ന് 4472 റൺസ് താരം നേടിയിട്ടുണ്ട്. 109 ഇതുവരെയുള്ള ഹയസ്റ്റ് സ്കോർ. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 131. തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സ്ട്രൈക്ക് റേറ്റിനേക്കാൾ താരതമ്യേന കുറവാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ IPL സ്ട്രൈക്ക് റേറ്റ്. അതിൽ രോഹിത്തിന്റെ പ്രകടനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും പറയേണ്ടി വരും. രോഹിതിന്റെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ രോഹിത് എന്ന ബാറ്റർക്കും വലിയ പങ്കുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താരതമ്യേന ശരാശരി സീസൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കി മാറി വന്ന മുംബൈ ഇന്ത്യൻസിന് ഏറെ വിമർശനങ്ങൾ ഉയർന്നിട്ടും രോഹിത് എന്ന ബാറ്ററിൽ ആരാധകർ ഏറെ പ്രതീക്ഷ വെച്ചിരുന്നു. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഫുൾഫിൽ ചെയ്യുന്നത്. ചെന്നൈയുമായുള്ള ക്ലാസിക് പോരാട്ടത്തിൽ 63 പന്തിൽ 11 ഫോറും 5 സിക്സും അടക്കം 105 റൺസാണ് രോഹിത് അടിച്ചു കൂട്ടിയത്. ഒരു താരം എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും രോഹിത്തിന്റെ മികച്ച ഇന്നിംഗ്സുകളൊന്നായി അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മത്സരത്തിൽ പരാജയപ്പെട്ടത് രോഹിത്തിന് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തിരിക്കുകയാണ്.